ഇന്ന് നമ്മൾ വൈകിട്ട് 4 മണിക്ക് ചായനെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടുകടല കഴുകേണ്ട ആവശ്യമില്ല, അതുപോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിലത്തൊന്നും വെച്ച് ഉണക്കിയൊന്നും ഒടിക്കുകയൊന്നും വേണ്ട കേട്ടോ. നേരെ കവറിൽ നിന്ന് പൊട്ടിച്ചങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ചെറിയ മിക്സി ജാറില്ലേ അതിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടിക്കുക. നല്ല പൊടിയായിട്ട് നമുക്ക് നല്ല നൈസായിട്ടൊന്ന് അടിഞ്ഞു കിട്ടണം. ഈ ഒരു പാകത്തിന് വേണം ഇതൊന്ന് അടിച്ച് എടുക്കാനായിട്ട്. ഇനി വീട്ടിൽ പൊട്ടുകടല ഇല്ലെങ്കിൽ നേരെ ചെയ്യേണ്ടത് കുറച്ച് കടലമാവ് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. 250 ഗ്രാം കടലമാവ് അങ്ങോട്ട് എടുക്കുക. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം. ഇത്രയും ആവശ്യമില്ല, ഒരു 5-6 സ്പൂൺ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് വേറൊരു റെസിപ്പി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ദേ സ്പൂണിന് കുറച്ചിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുവാണേ. ഇത്രയും മതി, നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യമേ എടുത്തു വെച്ചില്ലേ അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി വേണ്ട, ഇടിയപ്പം ഇല്ലെങ്കിൽ പത്തിരി അതിനെടുക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, കുറച്ച് മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീർ എടുക്കുക കേട്ടോ, നല്ല കളർ കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക. കായപ്പൊടി ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് കൈക്ക് തന്നെ നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക കേട്ടോ. സ്പൂണിനാണെങ്കിൽ എല്ലാ ഭാഗത്തും ഉപ്പും കായും ഒന്നും ചെല്ലത്തില്ല. നമ്മുടെ കൈക്ക് തന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തും അങ്ങോട്ട് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളമൊന്നും വേണ്ട, തണുപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇനി കടലമാവ് കുഴക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ കയ്യിൽ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. നല്ല ഗോതമ്പ് മാവൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് കുഴക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത് അവസാനം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലും തടവുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊടി സ്മൂത്താക്കി എടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ ദേ മാവെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സേവനാഴിയുടെ ഈ ഒരു ചില്ലെടുക്കുക, അത്യാവശ്യം വലിയ റൗണ്ടിൽ ചില്ലെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കടത്തി വെക്കുക. അപ്പോൾ ഇപ്പോൾ സസ്പെൻസ് പൊളിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മലയാളികളുടെ ഇഷ്ടവിഭവമായ മിച്ചർ എന്ന് പറയും, ചിലവർ മിക്സ്ചർ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ ഇതിനെ മിച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മിച്ചർ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ആദ്യമേ ഇതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി, തൊലി മാറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തൊലിയുള്ളത് കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ തൊലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ അതേ ആദ്യമേ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഈ കറിവേപ്പിലേക്ക് ഇടുമ്പോണ്ടല്ലോ പൊട്ടിത്തെറിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ മൊത്തം എണ്ണയായി കിട്ടും. അപ്പോൾ ഇതാ കറിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുകടല, ആ മിക്സ്ചർ ഒന്ന് ഭംഗി, അതായത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പൊട്ടുകടലയും കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നാലും നമുക്കിങ്ങനെ അവസാനം അതിലിട്ട് തൂക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ പൊട്ടുകടലയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ ഈ കടലയുടെ ഷേപ്പൊക്കെ അങ്ങോട്ട് പോകും. നമുക്ക് നല്ല ആ വൈറ്റ് കളർ തന്നെ, ഷേപ്പല്ല കളർ പോകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവസാനം ഞാൻ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. ലാസ്റ്റാണ് നമ്മൾ അച്ച് വെച്ചിട്ട് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഈ എണ്ണയിൽ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മിക്സ്ചറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ദേ ഇത്രയും തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ എണ്ണയുടെ ആ ഒരു കളറ് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എത്ര പ്രാവശ്യം റീയൂസ് ചെയ്ത എണ്ണയായിരിക്കും. അതൊന്നും നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളുടെ വൃത്തിയിലും മെനയിലും നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ എണ്ണ ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ എനിക്ക് ആ കളറ് കണ്ടിട്ട് അതങ്ങ് ഉണ്ടാക്കാനൊരു മടി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ എണ്ണ ഒന്ന് പകർത്തി മാറ്റി കേട്ടോ. എന്നിട്ടാണ് ഈ അച്ച് വെച്ചിട്ട് തിരിച്ച് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഒട്ടും ടൈം വേണ്ട. ഇതിൻ്റെ അകമൊക്കെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു 5-6 പ്രാവശ്യമായിട്ടാണ് ഞാനിങ്ങനെയൊന്ന് ചെയ്തെടുത്തത് കേട്ടോ. ഈ ഒരു സൈസിൽ അച്ചിട്ടാൽ നമുക്ക് ഇത്രയും വണ്ണമുള്ള മിക്സ്ചർ കിട്ടത്തുള്ളൂ. അത്രയും നൈസായതും വേണ്ട, അതിലും കുറച്ചുകൂടി കൂടിയതുണ്ടാവും. അപ്പോൾ ആന പോലെ ഇരിക്കും, അതും വേണ്ട. ഈ ഒരു പാകത്തിന് അങ്ങോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇച്ചിരി കൈക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ആവി പറക്കുവേ. അപ്പോൾ കുറച്ചൊന്ന് അച്ചൊന്ന് പൊക്കിയിട്ടിട്ടാൽ മതി, ഇല്ലെങ്കിൽ കൈ നമുക്ക് പൊള്ളും. അപ്പോൾ നമ്മുടെ മിക്സ്ചർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 6-7 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്തെടുത്തു.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ബൂന്തി ഉണ്ടാക്കിയെടുക്കണ്ടേ. ആ മിക്സ്ചറിൽ ഇങ്ങനെ ഉണ്ട പോലത്തെ കുറച്ച് സാധനം ഉണ്ടാവത്തില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ മാറ്റിയ കടലമാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി, കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ, എന്നാലേ അത് നല്ല എന്താ പറയുക ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുത്തു. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഊട്ടക്കൈയിലുണ്ടാവും. ആ ഊട്ടക്കൈയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഈ ബൂന്തി ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഞാൻ അവസാനമാണ് കേട്ടോ ബൂന്തി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതെ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്നങ്ങോട്ട് ചുറ്റിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യമേ ഇതെല്ലാം ഒന്ന് പൊടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക. കാരണം റൗണ്ട് ഷേപ്പിലായിരിക്കുമല്ലോ കിട്ടുക. അത് നമുക്ക് ചെറുതോ വലുതോ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഫ്രൈ ചെയ്ത കറിവേപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ മീതേക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കാം. കപ്പലണ്ടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി അവസാനം പൊട്ടുകടല അതും കൂടെ ഒന്ന് തൂക്കി കൊടുക്കണം. കപ്പലണ്ടി കുറച്ച് അധികം എടുത്തോ. കപ്പലണ്ടിയാണ് നമ്മുടെ മിക്സ്ചറിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം. ചില കപ്പലണ്ടിയില്ല, പ്രത്യേകിച്ച് ഈ ബേക്കറിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒട്ടും കപ്പലണ്ടി ഉണ്ടാവത്തില്ല മിക്സ്ചറിൽ, ഒരു രസവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ബൂന്തിയും കൂടി ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് വിതറിക്കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും ഇതെല്ലാം വിതറുമ്പോൾ നമ്മുടെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക. സ്പൂണിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ കട്ട ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കഴിക്കാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് പരത്തി അങ്ങോട്ട് വിതറി കൊടുക്കാം. ഇനി ഒന്ന് കൊട്ടി അങ്ങോട്ട് എടുത്തോ. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ മിക്സ്ചറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ ധൈര്യമായിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല.